ഡൽഹി കേരള ഹൌസിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് ഗവർണറുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി വിരുന്നൊരുക്കിയതിൽ പ്രതിപക്ഷം രാഷ്ട്രീയ ദുരൂഹത കാണുകയാണ്. ബജറ്റിന്റെ ധനാഭ്യർത്ഥന ചർച്ചയിൽ രമേശ് ചെന്നിത്തല ആരോപണത്തിന് തിരികൊളുത്തി. ഇത് ബി.ജെ.പിയിലെ 3ാം സ്ഥാനത്ത് വഹിക്കുന്ന ധനകാര്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അവിടെ വന്ന് കാണണമെങ്കിൽ അതും അനൗദ്യോഗിക സന്ദർശനം നടത്തുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കാണുന്നതിൽ എന്താണ് സാർ തെറ്റ്? അതിനകത്ത് കേരളത്തിന്റെ ഗവർണർ ഒരു പാലമായി പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിനെ തെറ്റ് പറയാൻ കഴിയുമോ? ബി.ജെ.പിയും RSSും ഫാസിസ്റ്റ് അല്ല എന്ന് പ്രകാശ് കാരാട്ടിന്റെ ലൈൻ അങ്ങയുടെ ലൈനായി മാറുന്നു. മുഖ്യമന്ത്രിയെ വീണ്ടും പ്രകോപിപ്പിക്കാനായി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന അഭിസംബോധനയുടെയാണ് ചെന്നിത്തല തുടങ്ങിയത്. എന്നാൽ ആ അഭിസംബോധനയിൽ മുഖ്യമന്ത്രി കൊത്തിയില്ല. ഡൽഹിയിൽ MP-മാർക്ക് നൽകുന്ന വിരുന്നിലേക്ക് പാർട്ടി യോഗത്തിന് പോകുമ്പോൾ തന്നെ വിമാനത്തിൽ വെച്ചും അതിനു മുൻപും ഗവർണർ ക്ഷണിച്ചിരുന്നു. അപ്പോൾ നിർമ്മല സീതാരാമന് നൽകുന്ന വിരുന്നിലേക്ക് താനും ഗവർണർ ക്ഷണിച്ചിരുന്നതായി മുഖ്യമന്ത്രി വിശദീകരിച്ചു. അല്ലാതെ ഗവർണർ ഇട്ട പാലത്തിലൂടെ പോയതല്ലെന്ന് മുഖ്യന്റെ കടന്നാക്രമണം. അത് വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമായിരുന്നു. അതാണ് ഉണ്ടായത്. എനിക്ക് എൻ്റെതായ രാഷ്ട്രീയമുണ്ട്, ഗവർണറായിരിക്കുന്നയാൾക്ക് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. നിർമ്മല സീതാരാമന് അവരുടെ രാഷ്ട്രീയമുണ്ട്. സർ, അതുകൊണ്ട് രാഷ്ട്രീയമുള്ള വ്യക്തിത്വങ്ങൾ തമ്മിൽ കണ്ടാൽ രാഷ്ട്രീയത്തിനൊപ്പം തന്നെ ഉരുകിപ്പോകുന്ന അവസ്ഥയൊന്നും വരില്ലല്ലോ. ബി.ജെ.പി ഫാസിസ്റ്റ് ആയിട്ടില്ലെന്ന CPM നിലപാട് ഉന്നയിച്ച് ആക്രമിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് അടിയന്തരാവസ്ഥ ഉയർത്തി മറുപടി. ജീവിക്കാനുള്ള അവകാശമടക്കമുള്ള മൗലികാവകാശങ്ങളെല്ലാം എടുത്തു കളഞ്ഞൊരു കാലം ഇന്ത്യയിലുണ്ടായില്ലേ സർ? അതായിരുന്നു അടിയന്തരാവസ്ഥയുടെ കാലം. ആ കാലത്തെ CPIM എന്താണ് വിശേഷിപ്പിച്ചത് എന്ന് രമേശ് ചെന്നിത്തലക്ക് അറിയോ? അമിതാധികാര വാഴ്ചയുടെ കാലം. CPM വാക്കുകൾ പ്രയോഗിക്കുന്നത് ശരിയായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഫാസിസ്റ്റ് വിഷയത്തിൽ മുഖ്യമന്ത്രി ന്യായീകരണം നിരത്തി. നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.